ശ്രീ പി ആർ ശിവശങ്കർ, ഈ അമേരിക്കയുടെ ഈ 50% തീരുവ എന്ന ഇന്ത്യയുടെ മേൽ പ്രഹരമേൽപ്പിക്കുന്ന ഈ തീരുമാനം വരുമ്പോൾ രാജ്യസ്നേഹികളായ ആളുകൾ പറയുന്നത് നമ്മൾ അമേരിക്കയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഒരു തിരിച്ചടി നൽകണം. അവരെടുത്ത് പ്രയോഗിക്കുന്നത് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞ 1-2 വാചകങ്ങളാണ്. കർഷകരുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ആദ്യം പരിഗണിക്കുക, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകില്ല, റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ ഒരു അടി പോലും പിന്നാക്കം പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തുടങ്ങിയ പല കാര്യങ്ങൾ ഇന്ന് ഈ വലിയ കാര്യമായി തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇത് നരേന്ദ്രമോദി സർക്കാരിന് ഏറ്റവും ഒരു രാഷ്ട്രീയ പ്രഹരമല്ലേ എന്ന ചോദ്യം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് വരുന്നു, നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മാഗയും മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ എന്ന മികയും ചേർന്ന് മെഗാ ആകുന്നു എന്നെല്ലാം നരേന്ദ്രമോദി പറയുന്നു. എക്കാലത്തെയും സുഹൃത്തെന്ന് പറഞ്ഞ് തോളിൽ കൈയിട്ട് നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റും നരേന്ദ്രമോദിയും ഇവിടെ BJP-ക്കാർ വലിയ കാര്യമായി തന്നെ പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ സൗഹൃദത്തെക്കുറിച്ച്, ബന്ധത്തെക്കുറിച്ച്. അതൊക്കെ ഒരു ഒറ്റ നിമിഷത്തെ തീരുമാനം കൊണ്ട് മായ്ച്ചു കളയുന്നതായില്ലേ ഈ 50% തീരുവ എന്ന അമേരിക്കയുടെ തീരുമാനം? അതിനെ തിരിച്ചടിക്കാനുള്ള പ്രാപ്തി എങ്ങനെയാണ് ഇന്ത്യ പ്രകടിപ്പിക്കാൻ പോകുന്നത്? കാരണം സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ പറയുന്നത് അമേരിക്കൻ വിപണിയിലുള്ള ഇന്ത്യയുടെ മേൽക്കൈയെ ബാധിക്കുന്ന, ഇന്ത്യയിലെ കയറ്റുമതിയെ കാര്യമായി ബാധിക്കുന്ന, നമ്മുടെ ഇക്കോണമിയെ ബാധിക്കുന്ന വലിയ തിരിച്ചടിയായി മാറാൻ പോകുന്ന, പ്രഹരമായി മാറാൻ പോകുന്നതാണ് അമേരിക്കയുടെ തീരുമാനമെന്നാണ്. നമുക്ക് എന്താണ് ഈ കാര്യത്തിൽ തിരിച്ചു ചെയ്യാനുള്ളത്? നോക്കൂ ജ്യേഷ്ഠൻ, ഇത്തരം തീരുമാനങ്ങളെടുപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് അന്താരാഷ്ട്ര നിലവാരങ്ങളിൽ അല്ലെങ്കിൽ ചർച്ചകളിൽ ഈ ജിയോ പൊളിറ്റിക്സ് ഡിസ്കഷനിൽ പൊതുവെ പറയുന്നത് നമുക്ക് ഒരു നിരന്തരമായി ഒരു സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ശത്രുക്കളോ ഇല്ല ഇത്തരം രാജ്യാന്തര ബന്ധങ്ങളിൽ. അത് മാത്രമല്ല, ഇത്തരം ബന്ധങ്ങളിൽ ഒരു ദിവസം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നതല്ല ഇത്തരം സൗഹൃദവും അതേപോലെ തന്നെ ശത്രുക്കളെയും. അതുകൊണ്ട് ഈ ഒരു 50% ടാക്സ് അല്ലെങ്കിൽ താരിഫ് എന്നുള്ളത് ഒരിക്കലും ഒരു ഇന്ത്യ-US ബന്ധത്തിൻ്റെ അവസാനമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് കുറച്ചുകൂടി കാലങ്ങൾ എടുക്കേണ്ടി വരും. അത് എത്രത്തോളം നയപരമായി ഇന്ത്യൻ തീരുമാനങ്ങളൊക്കെ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പോർട്ടിനെയും ഇന്ത്യൻ ഇൻഡസ്ട്രിയെയും ബാധിക്കും എന്ന കാര്യങ്ങളിലെല്ലാം കുറച്ചുകൂടി നമ്മൾ സമയമെടുത്ത് ചിന്തിക്കേണ്ട കാര്യമാണ്. 1. 2, അത് എത്രത്തോളം വിനാശകരമായി ഇന്ത്യൻ ഇൻഡസ്ട്രിയെ ബാധിക്കും എന്നുള്ള കാര്യത്തിലും നമ്മൾ കുറച്ചുകൂടി കാത്തിരുന്ന് പഠനം വിധേയമായി നിശ്ചയിക്കേണ്ട കാര്യങ്ങളാണ്. ഞാനതിൽ വിശ്വസിക്കുന്നത് കുറച്ചുകൂടി ആനന്ദ് മഹീന്ദ്രയെ പോലുള്ള കുറച്ചുകൂടി വിപുലമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ആളുകൾ പറഞ്ഞ ഒരു അഭിപ്രായമുണ്ടല്ലോ, അത് ഒരുപക്ഷെ ഇത്തരം വ്യവസായങ്ങളിൽ അല്ലെങ്കിൽ എക്സ്പോർട്ടുകളിൽ ഒരു രാജ്യത്തിന് എതിരായി വരുന്ന വിമർശനങ്ങളെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ എങ്ങനെയാണ് ഗുണകരമായി എടുക്കേണ്ടത്, എങ്ങനെയാണ് ദാറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി എന്നുകൂടി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യക്ക് കുറച്ചുകൂടി ഒരുപക്ഷെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നും നമ്മൾക്ക് മനസ്സിലാക്കണം. പിന്നെ അടുത്ത കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ട്രംപിൻ്റെ തീരുമാനങ്ങൾ ഒരു കാലഘട്ടത്തിൽ കുറച്ച് നാളായിട്ട് പഠിക്കുന്നവർക്ക് അറിയാം അത്തരം ഒരു ലോങ് ടൈം ഡിസിഷൻസ് ആവാറില്ല. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചൈനയ്ക്ക് 90 days കൊടുക്കുന്നു, അതുപോലെ തന്നെ റഷ്യയിൽ നിന്നും മറ്റ് എനർജി സോഴ്സസ് ഒക്കെ വാങ്ങുന്ന യൂറോപ്യൻ യൂണിയൻസിനും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ഡയറക്റ്റ്ലി അമേരിക്ക ആസ് ബൈ അത് ചോദ്യോത്തരവേളയിൽ അദ്ദേഹം പിന്തിരിഞ്ഞ് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് ഉത്തരമില്ലാതാവുന്നത് അത് രാജ്യത്തിനകത്തും USA-ക്കകത്തും അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്നൊരു ലോങ് ടൈം പോളിസി ആകാൻ സാധ്യതയില്ല എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എൻ്റെ ഒരു പോളിസി ഒരു ഭാഗമായിട്ട് പറയുകയാണ്, ഈ അമേരിക്കൻ മാർക്കറ്റ് അല്ലെങ്കിൽ അമേരിക്കൻ പോപ്പുലേഷൻ ഇറ്റ്സ് ഓൺലി 4% ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ. ലോകത്തിൻ്റെ 4% മാത്രമുള്ള അമേരിക്ക അവരുടെ പർച്ചേസിംഗ് പവർ കൊണ്ട് ലോകത്ത് 17%, 18% ഇന്ത്യൻ പോപ്പുലേഷനിൽ എന്ത് വാങ്ങിക്കണമെന്നും നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു ബോധമൊന്നും ഒരു കാര്യമൊന്നും ഇന്ത്യക്ക് ഇന്നില്ല. 1998 നമ്മൾക്കെതിരെ വേൾഡ് ബാങ്ക്, IMF-ഉം വേൾഡ് ബാങ്കും ADB-യും പോലുള്ള അന്നത്തെ ഇന്ത്യയുടെ സ്ഥിതി കുറച്ചുകൂടി മോശമായിരുന്നപ്പോൾ ലോൺ വരെ നിയന്ത്രിച്ചിരുന്ന മറ്റു പല സാങ്ഷൻസും എല്ലാം നിയന്ത്രിക്കുമ്പോൾ നമുക്കറിയാം അന്ന് ഒരു ബുദ്ധ ലാഫിംഗ് നമ്മളുടെ സെക്കൻഡ് ആറ്റോമിക് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക നടത്തിയപ്പോൾ പോലും നമ്മൾ കാലുമടക്കിയവരോ അവരുടെ മുട്ടുമടക്കിയവരോ അല്ല.
അപ്പോൾ ഇത്തരം തീരുമാനങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 4% വേൾഡ് പോപ്പുലേഷൻ്റെ 4% എന്നുള്ളതിൻ്റെ എത്രയോ ഇരട്ടിയാണ് നമ്മളുടെ മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ. നമുക്ക് ഏതാണ്ട് 43 കോടി ആളുകൾ നമ്മൾക്കുണ്ട് മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ. സോ വി ക്യാൻ ഓൾസോ ഒരു ഇന്റേണൽ നമ്മുടെ മാർക്കറ്റ് അതും ശക്തമാണ്. അപ്പം ആനന്ദ് മഹീന്ദ്രൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ആഭ്യന്തര മാർക്കറ്റ് നമ്മൾ ശക്തമാക്കണം എന്നുള്ള കാര്യവും ഇരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് താങ്കൾ പറഞ്ഞു ഈ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, താങ്കൾ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ആളുകൾക്കറിയാം ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ അത് ദീർഘകാലത്തേക്ക് ഉള്ള തീരുമാനങ്ങളോ അതല്ലെങ്കിൽ അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതും അല്ലെങ്കിൽ നയതന്ത്ര തലത്തെ ബന്ധങ്ങൾ അനുസരിച്ചിട്ട് ഈ തീരുമാനങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുന്നതുമൊക്കെയാണ്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ കാര്യത്തിൽ നമ്മൾ പലകുറി കണ്ടിട്ടുള്ളതുമാണ്. പക്ഷെ ഇവിടെ പ്രശ്നം ശശി തരൂർ പറഞ്ഞതുപോലെ നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് അല്ലെങ്കിൽ നമ്മളോട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നത് നമ്മളുടെ സൗഹൃദ രാജ്യമാണ് അമേരിക്ക എന്നായിരുന്നു. സൗഹൃദ രാജ്യമാണ് അമേരിക്ക എന്നത് നമ്മൾ മുഖവിലേക്കെടുത്താൽ സൗഹാർദ്ദപരമായ ഒരു സമീപനമാണോ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ബ്രസീൽ മാത്രമാണ് മറ്റൊരു രാജ്യമുള്ളത് ഇറക്കുമതി തീരുവ 50% എന്നത്? അതിലൊരു ആ സമീപനമുണ്ടല്ലോ, ആ അപ്രോച്ച് ഉണ്ടല്ലോ, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് ഒരു ഫ്രണ്ട്ലിനെസ്സിൻ്റെ ആണോ, ഒരു സൗഹാർദ്ദത്തിൻ്റെതാണോ? ഇത് പഠിക്കേണ്ട വിഷയം തന്നെയാണ്, ഇത് വിലയിരുത്തപ്പെടേണ്ട വിഷയം തന്നെയാണ്. രാഷ്ട്രീയമായി പ്രധാനമന്ത്രിക്ക് തിരിച്ചടിയാണ് എന്ന് വ്യാഖ്യാനിക്കാവുന്ന ഒരു വിഷയം കൂടിയല്ലേ ഇത്, ശ്രീ PR ശിവശങ്കർ? അല്ല, ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറയാനിരിക്കുകയായിരുന്നു. സത്യത്തിൽ താങ്കൾ ചോദിച്ചത് വളരെ നല്ലൊരു ചോദ്യമാണ്. താങ്കൾ പറഞ്ഞതിൽ അർദ്ധസത്യം ഉണ്ട് താനും. നമ്മൾ സത്യത്തിൽ US-നെ വിശ്വസിച്ചിരുന്നു കുറച്ചുകൂടി നമ്മൾക്ക് ഗുണകരമായ നേട്ടങ്ങൾ, പ്രത്യേകിച്ച് നമ്മളുടെ പാകിസ്ഥാനെ പോലുള്ള ശത്രു രാജ്യങ്ങളെ സഹായിക്കുന്നതിൽ നിന്നും US-ന്റെ ജനാധിപത്യ മൂല്യമുള്ള അവിടുത്തെ സർക്കാർ പിന്തിരിയുമെന്നും നമ്മൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് US ഗവൺമെൻറ്റുമായി, അത് ആര് വന്നാലും ഇന്ത്യൻ ഗവൺമെൻറ്റുകൾ നിരന്തരമായി കുറച്ചുകൂടി മെച്ചപ്പെട്ട, അത് US ഗവൺമെൻറ്റുമായിട്ട് മാത്രമല്ല രാജ്യത്തെ ഏത് സർക്കാരുകളായിട്ടും ഇന്ത്യൻ ഗവൺമെൻറ്റുകൾ കാലാകാലങ്ങളായി നടത്തിയിരുന്നത് മെച്ചപ്പെട്ട റിലേഷൻ ഉണ്ടാക്കുവാൻ വേണ്ടി തന്നെയാണ്. അത് സാമ്പത്തികമായിട്ടായാലും രാജ്യാന്തര തലത്തിൽ മറ്റുള്ള തരത്തിലുള്ള ആർമി തരത്തിലുള്ളായാലും എല്ലാം. ഇവിടെ നോക്കൂ, ഈ US-ഉമായിട്ടുള്ള അല്ലെങ്കിൽ ട്രംപുമായിട്ടുള്ള റിലേഷൻ ബ്രേക്ക് ആവാൻ കാരണം ട്രംപിൻ്റെ തന്നെ ഒരു അത്യാഗ്രഹമോ അല്ലെങ്കിൽ അനാവശ്യമായി അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു കാരണമാണ്. ഇന്ത്യ പാകിസ്ഥാൻ വാർ നടക്കുമ്പോൾ എങ്ങനെയാണ് ആ യുദ്ധം നിർത്തലാക്കുവാൻ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു, ലോകത്തെ 5 യുദ്ധങ്ങളും താൻ നിർത്തലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നോബൽ സമ്മാനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ അതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഇന്ത്യയെ പോലുള്ള പരമാധികാര രാജ്യത്ത് യുദ്ധം നിർത്തുവാനായിട്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ടു എന്നുള്ള രീതിയിൽ അദ്ദേഹം വ്യാഖ്യാനം നൽകുമ്പോൾ അതിനെ അംഗീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് എത്രത്തോളം രാജ്യത്തിന് ഗുണകരമാകോ അല്ലെങ്കിൽ അത്തരത്തിൽ എതിരാവോ ചെയ്താൽ പോലും എന്നുള്ളത് സുചിന്യമായ തീരുമാനമാണ്, ഒരു സംശയവുമില്ല. അത്തരം രാജ്യത്തിൻ്റെ തീരുമാനങ്ങൾ മറ്റ് രാജ്യങ്ങളുമായി തങ്ങൾക്ക് നടത്തുവാനുള്ള എണ്ണ വാങ്ങിക്കുവാനായാലും തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന അക്രമി സംഘത്തെ ആ രാജ്യത്ത് പോയി കീഴ്പ്പെടുത്തുവാനായുള്ള തീരുമാനം തീർച്ചയായിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യൻ സർക്കാരിനും അവകാശമുള്ളതാണ്. ആ തീരുമാനങ്ങൾ കൊണ്ട് ട്രംപിന് എന്തെങ്കിലും മാനഹാനിയോ അദ്ദേഹത്തിന് എന്തെങ്കിലും നോബൽ സമ്മാനത്തിൻ്റെ നഷ്ടമോ ഉണ്ടായാൽ അത് അദ്ദേഹം നിശ്ചയിക്കേണ്ട കാര്യമാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ധാരാളം പേര് ഇന്ന് രാജ്യത്തിനകത്തും പുറത്തുമുണ്ട്. അപ്പോൾ ഒരു ട്രംപിൻ്റെ നോബൽ സമ്മാനത്തിനെ കിട്ടുവാനായിട്ട് ഇന്ത്യയിലെ രാജ്യ താല്പര്യങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യൻ കർഷകരുടെ താല്പര്യങ്ങളെ നമ്മൾക്ക് മറികടക്കാനോ ഒഴിച്ചു മാറ്റാനോ പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൂടാണ്ടാണ് നമുക്ക് ഇന്ന് നമ്മളുടെ പാൽ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ആപ്പിളും ഇമ്പോർട്ട് ചെയ്യുവാനായിട്ട് ഇങ്ങോട്ട് കടത്തിവിടുവാനായിട്ടുള്ള മറ്റൊരു താരിഫിൻ്റെ ഒരു കാര്യവും രാജ്യാന്തര തലത്തിൽ US ഇന്ന് ശ്രമിക്കുന്നുണ്ട്. ആപ്പിളിൻ്റെയും കാര്യത്തിൽ അത്തരം ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ അപ്പോൾ ഇത് മുന്നോട്ട് വയ്ക്കുന്നത് വേറെ പലതാണെങ്കിൽ പോലും ഇപ്പോൾ നോക്കൂ, ഇതിൽ തന്നെ ഫാർമസ്യൂട്ടിക്കലും അതുപോലെ തന്നെ ചില പ്രൊഡക്റ്റിനും ടാക്സ് ഏർപ്പെടുത്തിയിട്ടുമില്ല. കാരണം അത് അമേരിക്കയ്ക്ക് അത്യാവശ്യമാണ്. കാരണം അമേരിക്കയുടെ ജനറിക് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ഏതാണ്ട് more than 50% ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റാണ്, അതിന് ചാർജ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ത്യയുടെ ശക്തിയും അവർക്കറിയാം. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് അധിക കാലമൊന്നും തുടരുമെന്ന്. പക്ഷേ ഇവിടെ പ്രശ്നം ശ്രീ PR ശിവശങ്കർ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നു ഒരു അക്ഷരം
ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ കർഷകരുടെ കാര്യമൊക്കെ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ വലിയ ഭീഷണിയുടെ സ്വരത്തിൽ അമേരിക്ക പെരുമാറുമ്പോൾ, ഒരു ഗർവിന്റെ സ്വരത്തിൽ പെരുമാറുമ്പോൾ തിരിച്ചു പറയുന്നില്ല പ്രധാനമന്ത്രി. അതിന് കാരണം ഞാനത് പറയാം. അദാനിക്കെതിരായിട്ടുള്ള അന്വേഷണം നടക്കുന്നതുകൊണ്ട്. അല്ല, നമുക്ക് രണ്ടാം റൗണ്ടിലേക്ക് വരാം.